ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിലെ വിന്നർ അനു എന്തുകൊണ്ടായി എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഓളിനി എന്ത് PR ജയിച്ചതാണെങ്കിലും എങ്ങനെ ജയിച്ചതാണെങ്കിലും ഇറ്റ്സ് ഓൾ അപ് ടു ഹർ അല്ലേ? ഓളൊരു കഴിവുണ്ടായത് കൊണ്ട് മാത്രമല്ലേ ഒക്കെ അവിടെ 100 ദിവസം നിൽക്കാൻ പറ്റിയേ. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഓളിനി എന്ത് എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിലും വെറുതെ ഓളോടെ ഒരു പൊട്ടത്തിനെ പോലെ നിന്നാൽ ഒരിക്കലും ഒരു PR ഓളെ ജയിപ്പിക്കാൻ പറ്റൂല. അത് മെയിൻ തിങ്. ഓൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 100 ഡേയ്സിൻ്റെ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഫുൾ നയിച്ചത് അനുമോള് മാത്രമാണ്. ആൻഡ് ഫൈനലിൽ വന്നിട്ട് അതിലെ നൂറി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എൻ്റെ ഈ ഒരു വ്ളോഗ് തന്നെ നിങ്ങൾക്ക് അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഓക്കെ ലെറ്റ് മീ സ്പീക്ക് സംതിങ് ഡീറ്റെയിൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആദില നൂറ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനെ എത്രത്തോളം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വ്ളോഗ് നോക്കി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മനസ്സിലാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരാളെ വെറുക്കാൻ ഒരു മിനിറ്റ് മതി എന്നെല്ലാം പറയും. അങ്ങനെയാണ് ആദില നൂറയും ലൈക്ക് നമുക്ക് അവരോടുള്ള കംപ്ലീറ്റ് മതിപ്പ് കളഞ്ഞ്. മീൻസ് എന്താന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചൈത്യ എന്ന് പറഞ്ഞ ദ റിയൽ ബാക്ക് സ്റ്റാബർ ഷീസ് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് വന്നതിനോടെ എന്താ പറയുക, അവരെ സൈഡിൽ നിന്നിട്ട് ഇത്രയും കാലം കൂടെ നിന്ന് അനുമോളെ ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അവരെ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ് അനുമോൾ ഇത്രയും കാലം സത്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി അത് ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ ലൈക്ക് എന്ത് ഫ്രണ്ട് ആവട്ടെ, നമ്മളൊരു കാര്യം ഒരാളെ വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ തന്നെ പ്രോബ്ലം വന്നാലും നമ്മൾ ലൈക്ക് വി ഷുഡൻ റിവീൽ ദാറ്റ്. അതവർ ആ ഒരു ടൈമിൽ ഇപ്പം നമ്മളെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ആ ഒരു ടൈമിൽ നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മളത് ഒരു കാലത്ത് നമ്മളത് റിവീൽ ചെയ്യരുത്. പക്ഷേ ആദില എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് ഒരു എമോഷൻസിൻ്റെ പുറത്താവാൻ എന്തോ ആവാതെ അപ് ടു ആദില. സോ ഐ റെസ്പെക്ട് ഈവൻ ആദില. എന്നിട്ടും കൂടെ തന്നെ ഞാൻ പറയാന്ന് ആദില അത് അന്നേരം കംപ്ലീറ്റ് പുറത്ത് പറഞ്ഞു. ആ ഒരു കാരണത്ത് കൊണ്ട് തന്നെയാണ് ആദിലക്കും നൂറക്കും ഫൈനൽ 5 വരാൻ പറ്റാതിരുന്നത്. ആക്ച്വലി ദേ വർ ഡിസേർവിങ് കണ്ടസ്റ്റൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റൻ്റ് ആയ വൺ ഓഫ് ദ ബാക്ക് സ്റ്റാബർ ശൈത്യ വന്നതിന് ശേഷമാണ് ആദിലക്കും നൂറക്കും ആ ഒരു പൊസിഷൻ തന്നെ. അവർ ഫൈനൽ 5 വരേണ്ട 2 സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവർക്കത് കിട്ടാതെ പോയതും അനുമോക്കത് കിട്ടിയതും കാരണം ശൈത്യാണ്. പിന്നെ ശൈത്യ എന്ന് പറഞ്ഞ ഒരാൾ അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫാമിലി സഫർ ചെയ്യുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ അവളോട് ചോദിക്കട്ടെ, അവൾ ഈ ബിഗ് ബോസിൽ വന്ന് ഇത്രയും കരഞ്ഞ് വീണ്ടും ഇങ്ങനത്തെ ഓരോ കളി ഇറക്കി കഴിഞ്ഞാൽ അവൾക്ക് ഓൾറെഡി അറിയാം അനുമോക്ക് എത്ര സപ്പോർട്ട് ഉണ്ട് പുറത്ത്. അതൊക്കെ കണ്ടിട്ടാണ് അവൾ വരുന്നത്. അത്രയും അറിഞ്ഞും കൊണ്ട് ഉള്ളിൽ വന്നിട്ട് എൻ്റെ ഫാമിലി സഫർ ചെയ്യുന്നുണ്ട് എൻ്റെ അനുമോക്ക് എതിരെ നിന്നാൽ ഓക്ക് 0 സപ്പോർട്ട് കിട്ടുന്നു ഓക്ക് അറിയാം. എന്നാൽ തന്നെ ഓക്ക് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു. ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ പറയുന്ന അനുമോളൊക്കെ ഈ കണ്ടസ്റ്റൻറ്റിന് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിലൊക്കെ പറയാനുള്ളത് പറഞ്ഞുകൂടായിരുന്നു. സോ ലൈക്ക് ഓള് ചെയ്തത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ അവളെന്ന് പറഞ്ഞാൽ ശരിക്കും ലൈക്ക് അവളെ പോലെ തന്നെ ഒരു ഫ്രണ്ട്സിന് ആർക്കും കിട്ടാതിരിക്കട്ടെ. അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത് അതിലെ പോലെ തന്നെ ഒരു ഫ്രണ്ടിനെ ആർക്കും കിട്ടാതിരിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിനെ എല്ലാം അതായത് അത്രയും നമ്മൾ ട്രസ്റ്റോട് കൂടിയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ആ ഒരു ടൈമിൽ, നമ്മൾ ക്ലോസ് ആയൊരു ടൈമിൽ. അപ്പോൾ നമ്മൾ ആ ക്ലോസ് ആയ ടൈമിൽ നമ്മൾ അത്രയും ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യം ക്ലോസ് അല്ലാത്ത ടൈമിൽ റിവീൽ ചെയ്യുമ്പം അതവിടെ അവരെ റിയൽ ക്യാരക്ടറാണ് എക്സ്പോസ് ചെയ്യുന്നത്. സോ അതിലേനെയും ശൈത്യനെയും പോലെ ഉള്ളൊരു ഫ്രണ്ട്സിനെ ആരും തന്നെ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ അനുമോളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ആള് ജെന്യൂൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയൊക്കെ നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അനുമോള്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ലൊരു ഗെയിമറായിരുന്നു അനുമോൾ എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, എനിക്ക് അനുമോളെ ഞാൻ ഇപ്പോഴും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കോളുടെ ഫാമിലിനോടുള്ള സ്നേഹം, ഓക്കോളെ സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹം, ദാറ്റ്സ് റിയലി അമേസിങ്. ഓക്കെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അറ്റ് ദ സെയിം ടൈം ഓളൊരു ഫ്രണ്ട്ഷിപ്പിൽ ഓൾ ജെന്യൂൻ ആയിട്ട് നിന്നൊരു കുട്ടിയാണ്. അതിലേൻ്റെ അടുത്തായാലും നൂറേൻ്റെ അടുത്തായാലും വളരെയധികം ജെന്യൂൻ ആയിട്ട് നിന്നൊരു കുട്ടിയാണ്. അറ്റ് ദ സെയിം ടൈം ഓക്ക് ജെന്യൂനിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗെയിം ഓൾ മറന്ന് കളിച്ചിട്ടുമില്ല. ജെന്യൂനിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗെയിം മറന്ന് കളിക്കേണ്ട ഒരു ആവശ്യവും അവിടെ ഉണ്ടായിട്ടില്ല. സോ അതിലെ നൂറ തന്നെയാണ് ഇതിലൊരു കുറ്റക്കാരികളായിട്ട് വരുന്നത്. പിന്നെ കുറെ ആള് പറഞ്ഞ് അനുമോക്ക് കിട്ടിയ കപ്പ് അനീഷേട്ടന് കിട്ടേണ്ട കപ്പായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അനീഷ് ഒരു കോമണറായിട്ട് വന്നിട്ട് ബിഗ് ബോസ് സെക്കൻഡ് റണ്ണറപ്പിൽ, അതായത്
സെക്കൻഡിൽ എത്തി നിന്ന്. അപ്പം അത് തന്നെ അനീഷ് ഡിസേർവ് ചെയ്യുന്നതിൽ മോർ ദാൻ ഇനഫാണ് അനീഷ്. അപ്പോൾ പിന്നെ ആരും അതിൽ മറ്റേ വലിയ ലൈക്ക് ഇത് പറയാൻ വരേണ്ട ആവശ്യമില്ല അനീഷ് ഫസ്റ്റ് വരണമായിരുന്നു എന്ന്. അനീഷും അനുമോളും എല്ലാവരും ഡിസേർവിങ് കണ്ടസ്റ്റന്റ്. അറ്റ് ദ സെയിം ടൈം നെവിൻ ഈസ് വൺ ഓഫ് ദ 24/7 എൻ്റർടൈനർ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസിൽ. എന്തുകൊണ്ട് ആരും പറഞ്ഞില്ല നെവിൻ റണ്ണറപ്പ് ആവാനായിരുന്നു എന്ന്. അതിപ്പോൾ ഒരാൾ ജയിക്കുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഇവക്ക് വേണ്ടായിരുന്നു മറ്റേ ആൾക്ക് കിട്ടിയാൽ മതിയെന്ന്. അതെല്ലാം നോർമലായിട്ടുള്ളൊരു ടോക്സാണ്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് അനുമോൾ വളരെയധികം ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആണ് ഈ ഒരു ബിഗ് ബോസിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നെ കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ, ടേക്ക് കെയർ.